ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. വ്യാപാരം, സുരക്ഷ, പ്രതിരോധം, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ ഇരുപക്ഷവും സഹകരിച്ച് പ്രവർത്തിക്കും. പ്രധാന മേഖലകളിൽ തൊഴിലവസരങ്ങളും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ സാധ്യതകളും സൃഷ്ടിക്കുന്നതിന് കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ ഊർജ്ജഭാരത്തിന്റെ 4ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ സഭാ കവാടത്തിൽ പ്രതിപക്ഷം സത്യഗ്രഹം തുടങ്ങി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയെ ഏകപക്ഷീയമായ 1 ഗോളിന് കേരളം പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രതിനിധി ചർച്ചയിലാണ് കരാറിന് അന്തിമ രൂപമായത്. വ്യാപാരം, സുരക്ഷ, പ്രതിരോധ പങ്കാളിത്തം, മൊബിലിറ്റി, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ 7 കരാറുകൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇന്ന് കൈമാറി. വെറുമൊരു വ്യാപാര കരാറിലുപരി പരസ്പര അഭിവൃദ്ധിക്കുള്ള പുതിയ ബ്ലൂ പ്രിന്റാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിയതായും കരാർ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. यह एफटीए भारत और यूरोपियन यूनियन के बीच इन्वेस्टमेंट को बूस्ट करेगा, नई इनोवेशन पार्टनरशिप बनाएगा और वैश्विक स्तर पर सप्लाई चेन को मजबूत करेगा. यानी यह सिर्फ ट्रेड एग्रीमेंट नहीं है, यह साझा समृद्धि का नया ब्लूप्रिंट है. ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ നടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബിസിനസ് ഫോറത്തിൽ ശ്രീ നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ വളരുകയാണെന്നും യൂറോപ്പ് ഇതിൽ സന്തോഷിക്കുന്നുവെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയാകാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. India has risen and Europe is truly glad about it, because when India succeeds, the world is more stable, more prosperous and more secure, and we all benefit. Prime Minister Modi, 1 year ago, the full college of commissioners came to India. And this is also a very special memory for me. It showed the seriousness of our intent and the strength of our commitment. Today, we reap the fruits of that commitment with our historic summit. പരസ്പര അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന സഹകരണത്തിന്റെയും ചർച്ചകളുടെയും വിജയമാണ് ഇന്നത്തെ സ്വതന്ത്ര വ്യാപാര കരാർ. ഒരു റിപ്പോർട്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ പ്രധാന കക്ഷിയാണ് യൂറോപ്യൻ യൂണിയൻ. 2024-25 11.5 ലക്ഷം കോടി രൂപയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം. കയറ്റുമതി 6.4 ലക്ഷം കോടി രൂപയും 5.1 ലക്ഷം കോടി രൂപയായിരുന്നു ഇറക്കുമതി. ആഗോള GDPയുടെ 25% വരുന്നതും ആഗോള വ്യാപാരത്തിന്റെ 1/3 വരുന്നതുമായ 4ാമത്തെയും 2ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകളാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഈ 2 വലിയ സമ്പദ് വ്യവസ്ഥകളുടെ സംയോജനം അഭൂതപൂർവ്വമായ വ്യാപാര, നിക്ഷേപ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ഏകദേശം $33 ബില്യൺ കയറ്റുമതി താരിഫ് ഇല്ലാതാകും. വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, കരകൌശല വസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈലുകൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾക്ക് കരാർ ഉത്തേജനം നൽകും. കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, യുവാക്കൾ, MSMEകൾ എന്നിവർക്കും കരാർ ഗുണകരമാകും. വാഹന നിർമ്മാണ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ചരിത്ര സംഭവമാണെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപെടലിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാലവും ആഴമേറിയതുമായ പങ്കാളിത്തത്തിന്റെ അടിത്തറയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു.
നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, പാർലമെന്ററി കാര്യ സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, ഡോക്ടർ L. മുരുകൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ഏപ്രിൽ 2 വരെയാണ് സമ്മേളനം. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടിക്കാഴ്ച നടത്തി. ഗോത്രവിഭാഗ അംഗങ്ങൾ, ടാബ്ലോ കലാകാരന്മാർ, ട്രാക്ടർ ഡ്രൈവർമാർ, NSS വളണ്ടിയർമാർ, NCC കേഡറ്റുകൾ തുടങ്ങിയ സംഘങ്ങളുമായി രാഷ്ട്രപതി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. UGCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പസുകളിലെ ജാതി വിവേചനം പരിഹരിക്കുന്നതിനാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ മാർഗനിർദ്ദേശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും UGCയുടെയും ഉത്തരവാദിത്തമാണ്. വിഷയം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നും എല്ലാ നടപടികളും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം വിവിധ ജലസംരക്ഷണ പദ്ധതികൾക്കായി ഗവൺമെന്റ് 32,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. ജലസംരക്ഷണ, ശുചീകരണ, ആരോഗ്യ പരിപാലന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വാഷ് പ്രവർത്തകരുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. MGNREGA ഫണ്ടിന്റെ 65% ജലസംരക്ഷണത്തിനോ ജലവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നമാമി ഗംഗ മിഷന്റെ കീഴിൽ ഈ വർഷം 15 മലിനീകരണ നിർമ്മാർജ്ജന പദ്ധതികൾ പൂർത്തിയായതായും ശ്രീ പാട്ടീൽ പറഞ്ഞു. ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ 4ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ ഗോവയിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ മേഖലയിൽ വലിയ അവസരങ്ങളുള്ള നാടായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 2 ദശകങ്ങളിൽ ആഗോള ഊർജ്ജ ആവശ്യകതയിലെ മൊത്തം വർധനവിന്റെ 35% ഇന്ത്യയുടേതായിരിക്കുമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ രാജ്യത്തെ തദ്ദേശീയ സംവിധാനങ്ങൾ കാര്യക്ഷമമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ശാസ്ത്രജ്ഞരെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. लड़ाई के मैदान में सर्वाइवल ऑफ द फिटेस्ट ही नहीं बल्कि सर्वाइवल ऑफ द फास्टेस्ट की थ्योरी को ध्यान में रखते हुए हमें आगे बढ़ना है. जो देश तेजी से सोचता है, जो देश तेजी से निर्णय लेता है और जो देश तेजी से टेक्नोलॉजी को डिप्लॉय करता है वही आगे रहता है. रिसर्च से लेकर प्रोटोटाइप तक, प्रोटोटाइप से लेकर टेस्टिंग तक और टेस्टिंग से लेकर डिप्लॉयमेंट तक के बीच का समय हमें कम करना होगा. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് 3ാം മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. ആദ്യ പകുതിയിൽ T. ഷിജിൻ നേടിയ ഗോളിലാണ് ജയം. ഈ ജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതുള്ള കേരളത്തിന് 7 പോയിന്റായി. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെ തോൽപ്പിച്ച കേരളം കഴിഞ്ഞ മത്സരത്തിൽ റെയിൽവേസിനോട് സമനില വഴങ്ങിയിരുന്നു. 29-ന് മേഘാലയയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്മേൽ 2ാം ദിവസത്തെ ചർച്ച പൂർത്തിയാക്കി നിയമസഭ ഇന്ന് പിരിഞ്ഞു. നാളെ ചർച്ച അവസാനിക്കും. മറ്റന്നാളാണ് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാവിലെ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ച സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും സജീവ് ജോസാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയത്. നോട്ടീസ് സ്പീക്കർ തള്ളിയതിനെ തുടർന്ന് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച UDF സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. പ്രതിപക്ഷത്തെ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സത്യാഗ്രഹം നടത്തിയത്. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽ പായൽ ഉച്ചകോടിയും പ്രദർശനവും മറ്റന്നാൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന ചടങ്ങിൽ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ BK ബെഹ്റ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. വ്യാപാരം, സുരക്ഷ, പ്രതിരോധം, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ ഇരുപക്ഷവും സഹകരിച്ച് പ്രവർത്തിക്കും. പ്രധാന മേഖലകളിൽ തൊഴിലവസരങ്ങളും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ സാധ്യതകളും സൃഷ്ടിക്കുന്നതിന് കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ ഊർജ്ജ വാരത്തിന്റെ 4ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം.
കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ സഭാ കവാടത്തിൽ പ്രതിപക്ഷം സത്യാഗ്രഹം തുടങ്ങി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയെ ഏകപക്ഷീയമായ 1 ഗോളിന് കേരളം പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.